ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ മൂന്നാം ദിനവും രക്ഷാദൗത്യം തുടരുകയാണ്. 130 രക്ഷാപ്രവർത്തകരെ ദുരന്ത മേഖലയിൽ എത്തിച്ചിട്ടുണ്ട്. ധരാലിക്കും മുഖാവ ഗ്രാമത്തിനും ഇടയിൽ ഭാഗീരഥി നദിയിൽ ഒരു നടപ്പാലം ഇപ്പോൾ നിർമ്മിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഉത്തരാഖണ്ഡിൽ നിന്നും തത്സമയം ചേരുന്നു. ബൽറാം, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. SKN രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിവിധ സംഘങ്ങളായി സൈന്യവും ദേശീയ ദുരന്ത നിവാരണ സേനയും ഒപ്പം തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷനും സംയുക്തമായി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അത് പല തട്ടുകളിലാണ്. ഗ്രൗണ്ടിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യത്തിന്റെ പ്രത്യേക തെരച്ചിൽ സംഘവും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും തെരച്ചിൽ നടത്തുന്നു. അത് മാനുഷികമായുള്ള തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ഈ അപകടത്തെ തുടർന്ന് ഗംഗോത്രി പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ്. അവിടേക്കുള്ള ഏക റോഡ് തകർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലെ ജനങ്ങളെ പുറത്തേക്ക് എത്തിക്കുന്നതിന് ആയി താൽക്കാലിക പാലങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിലാണ് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് കോർപ്സ്. ഇതോടൊപ്പം തന്നെ ഈ മേഖലയിലേക്ക് കൂടുതൽ സഹായവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ രക്ഷാപ്രവർത്തകരെയും എത്തിക്കണമെങ്കിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. അതിനുള്ള നിർമ്മാണത്തിൽ സൈന്യവും ഒപ്പം തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷനും ഏർപ്പെട്ടിരിക്കുന്നു. ഇനി പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഒരു ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ്. 5 മണിക്കൂർ അത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് ആയിരുന്നു നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രദേശത്തിന്റെ മറ്റ് സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിന് കൂടുതൽ സമയമെടുക്കും. ഇന്ന് വൈകിട്ടോടെ പോലും ചിലപ്പോൾ പൂർത്തിയായേക്കില്ല എന്ന നിരാശാജനകമായ ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. കാരണം ഈ പ്രദേശത്ത് ഈ പാലത്തിന്റെ തൊട്ട് മുൻപായി പലയിടങ്ങളിലും റോഡ് പകുതിയോളം അടർന്നു പോയിരിക്കുകയാണ്. താഴെ നദിയിലേക്ക് വീണിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രെയിൻ അടക്കമുള്ള വലിയ ഉപകരണങ്ങൾ, ട്രക്കുകൾ, ഈ സാമഗ്രികൾ കയറ്റിയുള്ള ട്രക്കുകളും സമീപത്തേക്ക് എത്തിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാമാണ് കൂടുതൽ സമയം ഇതിനായി എടുക്കുന്നത് എന്നാണ് BRO അറിയിക്കുന്നത്. എന്തായാലും ഊർജിതമായി കഴിയാവുന്ന എത്രയും വേഗം ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. SKN ബൽറാം നെടുങ്ങാടിയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.